നാഷണൽ അവാർഡ് വിന്നിംഗ് ഡയറക്ടറായ സലീം അഹമ്മദ് ഡയറക്ട് ചെയ്യുകയും മമ്മൂട്ടി സെൻട്രൽ റോളിൽ എത്തുകയും ജുവൽ മേരി ഫീമെയിൽ ലീഡിലെത്തുകയും ചെയ്യുന്ന ഫിലിമാണ് പത്തേമാരി. പത്തേമാരി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അലൻസ് മീഡിയയാണ്. പത്തേമാരിയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മൂവി റിവോൾവ് ചെയ്യുന്നത് ഇതിലെ സെൻട്രൽ ക്യാരക്ടറായ പള്ളിക്കൽ നാരായണനെ ചുറ്റിപ്പറ്റിയാണ്. പള്ളിക്കൽ നാരായണൻ്റെ ക്യാരക്ടറിൽ എത്തുന്നത് മമ്മൂട്ടിയാണ്. സാമ്പത്തികമായിട്ട് വളരെ താണ നിലയിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നും ജോലി അന്വേഷിച്ച് ചെറുപ്പത്തിൽ തന്നെ ഗൾഫിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ക്യാരക്ടറാണ് പള്ളിക്കൽ നാരായണൻ്റേത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു ക്യാരക്ടറും കൂടെയാണിത്. ഓരോ തവണ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വെക്കേഷന് വരുമ്പോഴും ഇനി തിരിച്ചു പോകുന്നില്ല, തൻ്റെ നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യണം എന്ന ആഗ്രഹവുമായിട്ടാണ് പള്ളിക്കൽ നാരായണൻ എത്താറ്. പക്ഷേ ഓരോ തവണയും തിരിച്ചു പോകേണ്ടി വരികയും ചെയ്യുന്നു ഇയാൾക്ക്. പിന്നീട് ഇയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയാണ് ഈ കഥയുടെ പ്ലോട്ട്. ഇനി കാസ്റ്റിനെയും പെർഫോമൻസിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടി സിംപ്ലി സ്റ്റീൽസ് ദി ഷോ എന്ന് വേണം പറയാനായിട്ട്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് മമ്മൂട്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു മെഗാ സ്റ്റാറിനെ നമുക്ക് ഈ ഫിലിമിൽ കാണാൻ സാധിക്കില്ല. ഈ ക്യാരക്ടറായ നാരായണനെ മാത്രമേ ഈ ഫിലിമിലൂടെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നളിനിയായി എത്തിയ ജുവൽ മേരിയും വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഷഹീൻ സിദ്ദീഖും വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഡെബ്യൂ തന്നെയാണ് ഈ ഫിലിമിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ വേലായുധനായെത്തിയ സിദ്ദീഖും വളരെ നല്ലൊരു അപ്രീസിയേഷൻ അർഹിക്കുന്ന പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ശ്രീനിവാസൻ, സലിം കുമാർ, ജോയ് മാത്യു, യവനിക, ഗോപാലകൃഷ്ണൻ, സജു നവോദയ, അനു ജോസഫ്, ശ്രുതി ലക്ഷ്മി എന്നിവരാണ് മറ്റ് കാസ്റ്റ്. ഇവരെല്ലാവരും അവരവരുടെ റോൾസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പത്തേമാരിയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നതും സലീം അഹമ്മദ് തന്നെയാണ്. പിന്നെ ഡയറക്ഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതൊരു കമേഴ്ഷ്യൽ ഫ്ലിക്കായിട്ട് നമുക്ക് ആർക്കും ഫീൽ ചെയ്യില്ല. പക്ഷേ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള തീമിനെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ സലീം അഹമ്മദ് ഡയറക്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ ഫിലിമിലെ മേജർ ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇമോഷണൽ പാർട്ടാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടും ടച്ചിങ് ആയിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. മധു അമ്പാട്ടാണ് സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വിഷ്വൽസ് എല്ലാം ഒരു പീരിയഡ് ഡ്രാമ ലുക്കിനെ വളരെയധികം കൺവിൻസ് ചെയ്യിച്ചുകൊണ്ടുള്ളത് തന്നെയാണ്. പിന്നെ മരുഭൂമിയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന രംഗങ്ങളും വളരെയധികം കമൻറ്റബിൾ ആണ്. റസൂൽ പൂക്കുട്ടിയുടെ സൗണ്ട് ഡിസൈനിങ് ഈ ഫിലിമിന് ഒരു മാജിക്കൽ ഇഫക്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. വിജയ് ശങ്കറിൻ്റെ എഡിറ്റിംഗ് അപ് ടു ദ മാർക്കാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഫിലിമിൽ പലയിടങ്ങളിൽ ഒരു സ്ലോ പേസ് വരുന്നുണ്ട്. പിന്നെ നാഷണൽ അവാർഡ് വിന്നിംഗ് മേക്കപ്പ് ആർട്ടിസ്റ്റായ പട്ടണം റഷീദിൻ്റെ മേക്കപ്പ് ഇത്തവണ എല്ലാവരെയും ഇംപ്രസ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നല്ല. ആക്ടേഴ്സിന് കുറച്ചധികം ആർട്ടിഫിഷ്യാലിറ്റി ഒക്കെ ഇദ്ദേഹത്തിൻ്റെ മേക്കപ്പ് ഇത്തവണ കൊടുത്തിട്ടുണ്ട്. പിന്നെ സമീറ സനീഷിൻ്റെ കോസ്റ്റ്യൂംസ് പെർഫെക്റ്റ് ആണ്. ബിജിബാലാണ് ഈ ഫിലിമിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഫിലിമിൻ്റെ ഇമോഷൻസിനെ കൺവിൻസ് ചെയ്യുന്ന തരത്തിലുള്ളത് തന്നെയാണ്. ചുരുക്കി പറയുവാണെങ്കിൽ പത്തേമാരി ഒരു എൻ്റർടൈനർ ഒന്നുമല്ല, പക്ഷേ റിയൽ ലൈഫിൽ ഒരുപാട് സാക്രിഫൈസസ് ചെയ്തിട്ടുള്ള കുടുംബങ്ങൾക്കും ആളുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം കൂടിയാണ്. Mammootty sir and Mohanlal sir I haven't worked because I mean like